നല്ലൊരു കൈയടിച്ച്. എറണാകുളത്ത് ഇതിന് നല്ല കൈയടി എന്നാണോ പറയുക? പേര് സത്യമാഷ് എന്ന് പറയും. കോഴിക്കോട് ജില്ലയിൽ മേപ്പയൂർ സ്വദേശിയാണ്. ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട് 10 വർഷം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഒരു ബാങ്ക് ജീവനക്കാരനായിരുന്നു. അധ്യാപക മേഖല ഉണ്ടായിരുന്നു. പക്ഷേ ബാങ്ക് ജീവനക്കാരനായിരിക്കുകയാണ് ഒരാൾ വന്നിട്ട് എന്നെ പരിചയപ്പെടുത്തുന്നത്. പലതവണ അദ്ദേഹം വന്ന് പരിചയപ്പെടുത്താറുണ്ട്. അദ്ദേഹം പറയുന്നതിനേക്കാൾ കൂടുതൽ ഞാനാ പറയുക. കാരണം സോപ്പ് വിറ്റിട്ട് കോടികൾ കിട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ അതിനല്ലല്ലോ ഇത്രയും പഠിച്ച് ബാങ്കിൽ നിൽക്കുന്നത്. എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു തോന്നൽ കൂടുതലായിരുന്നു. ഞാൻ എന്തോ വലിയ സംഭവമാണ്. അപ്പോഴാ സോപ്പ് വെക്കണം തന്നെ. ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നി, പിന്നെ നമ്മൾ കാണുമല്ലോ, ബാഗ് വെച്ച് ഇങ്ങനെ നടക്കണം, തോളിൽ വെക്കണോ തൂക്കി വെക്കണോ, ഡയറക്റ്റ് എന്ന് വെച്ചാൽ നേരിട്ട് വെക്കണം. അപ്പൊ ഇയാൾ എന്ത് പറയുമ്പോൾ കോടികൾ കിട്ടുമെന്ന് പറയുമ്പോൾ ഞാൻ തൂക്കി നടക്കണ്ടേ എന്ന തോന്നലാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ പലതവണ അദ്ദേഹത്തെ മടക്കി. പക്ഷെ ഓരോ തവണ വരുമ്പോഴും അദ്ദേഹം എന്തെങ്കിലും ഒന്ന് തലയിട്ട് അദ്ദേഹം പറഞ്ഞതാണ്, നിങ്ങൾ ഇന്നലെ വരെ ചെയ്ത പ്രവൃത്തിക്ക് ഇന്നലെ വരെയുള്ള റിസൾട്ട് കിട്ടും. പുതിയ നേട്ടങ്ങൾ കിട്ടണമെങ്കിൽ പുതിയ പ്രവൃത്തി ഏറ്റെടുത്തേ മതിയോ, അല്ലാതെ കിട്ടില്ല. രണ്ടാമത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇതാണ്, നിങ്ങൾ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നുവോ അവർ പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് മുമ്പേ ആ ജോലി ചെയ്തിട്ട് ജീവിതത്തിൽ അത്യധിക വിജയം നേടിയവരുണ്ടോ? ഉണ്ടെങ്കിൽ അതേ പണിയെടുത്തോ. അങ്ങനെ ഒരാളെ കണ്ടില്ലെങ്കിൽ മാറി ചിന്തിച്ചാൽ മതിയാവും. അപ്പോഴാണ് ഞാൻ എൻ്റെ കൂടെ ഉള്ളത് ചിന്തിക്കാൻ തുടങ്ങിയത്. ഇവൻ 10 കൊല്ലമായാലും എന്നേക്കാൾ മുമ്പ് അവൻ്റെ വീട്ടിൽ എന്താ അവസ്ഥ? ഇപ്പം ഞാൻ 10 കൊല്ലമായി ആയിരിക്കും അവസ്ഥ. അങ്ങനെ കുറെ 7 തവണ വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി, അല്ല സാർ, ഈ 2-10 ആഴ്ചയിൽ കിട്ടിയ ആഴ്ചക്ക് സീരിങ് അടിച്ചാൽ ആഴ്ചക്ക് ഓർഡർ അടിക്കുമ്പോഴല്ലേ ഇത് കിട്ടുമോ? നിങ്ങൾ പറഞ്ഞ് ഇച്ചിരി പണം എടുത്താൽ മതി, 2 ആൾക്ക് ഉണ്ടാൽ മതി, സറസറോ പാല് കിട്ടുമെന്ന് പറഞ്ഞ പോലെ ഇച്ചിരി കാലുകളും ഇച്ചിരി കടലുണ്ടാക്കി സംഘടന അറിയാം, സറസറോ പാല് കിട്ടും, ഇച്ചിരി പണം എടുക്കുക, 2 ആൾക്കാണ്, സറസറോ 2-10 കിട്ടും. ആരും വിശ്വസിക്കാൻ വിഷമായിരുന്നു. സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെയുള്ള അവസരത്തിന് അവസാനം ഞാൻ ചോദിച്ചു, 2-10 കിട്ടുന്നവർ ആരൊക്കെ കേരളത്തിലുണ്ട്? അതേപോലെ കേരളത്തിൽ നിന്ന് വർക്ക് ചെയ്തിട്ട് ആരും മുന്നേ 2-10 കിട്ടും. അപ്പൊ ആർക്കും കിട്ടാത്ത പണിയാണോ എനിക്ക് തരുന്നത്? അപ്പൊ ഞാൻ ചോദിച്ചു, കണ്ണൂരും കോഴിക്കോടും മലപ്പുറത്തും ആർക്കെങ്കിലും 1 ലക്ഷം കിട്ടുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ആരും കിട്ടുന്നില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് കിട്ടി? അതുവരെ പറയുന്ന കേട്ടാ വിചാരിക്കും 17 ലക്ഷം പേ ചെയ്താൽ ആഴ്ചക്ക് 2-10 കിട്ടും. കഴിഞ്ഞ ആഴ്ച കിട്ടിയെന്ന് വിചാരിക്കും. അയാളാണ് നിങ്ങൾക്ക് എന്ത് കിട്ടിയെന്ന്. അപ്പൊ ഒരു ചിരിയ, എനിക്ക് കിട്ടുമല്ലോ, ഒരു ഉണ്ടെങ്കിൽ കിട്ടില്ല. സീരിയസ് ബിലീഫ് എന്നാണ് പറയുക. കാണുന്നത് വിശ്വസിക്കാം. ഞാൻ കാണുന്നത് എനിക്ക് 2-10 ബിസിനസ് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് അതാണ്, ലക്ഷ്യബോധമുള്ളവർക്ക് അതിന്റെ ആംബിയൻസ് മുമ്പേ കാണിച്ചു തുടങ്ങും. ലക്ഷ്യബോധമുള്ള അതേപോലെ ഉത്തരേന്ത്യയിൽ ആരെങ്കിലും സാറേ 2-10 വാങ്ങി തുടങ്ങിയിട്ടുണ്ട് സാർ. ഈ മേഖലയിലൂടെ ആരെങ്കിലും ഒരാൾ 2-10 വാങ്ങണമെങ്കിൽ ഞാൻ വാങ്ങും. അഭ്യർത്ഥിക്കണം. ഏത് മേഖലയിൽ ഒരാൾ വിജയിച്ച് കയറിയാൽ ആ മേഖലയിൽ മറ്റെല്ലാവർക്കും വിജയിക്കാം. വിജയിച്ച ആൾ എടുത്ത പണിയെടുത്താൽ മതി. ഞാൻ ഉണ്ടാകണോ? കൂടെ വന്ന മാഷെ നിങ്ങൾക്ക് വാങ്ങിച്ചു തരും. എൻ്റെ പേര് MS പ്രസാദ് ആണെങ്കിൽ അത് വാങ്ങിച്ചു. അപ്പൊ ഞാനൊരു കാര്യം പറയുന്നുണ്ടേ കരുത്തോടെ പറയണം, ചെയ്യുന്നുണ്ടേ വൃത്തി ചെയ്യണം. ചെയ്യാവുന്ന പ്രവൃത്തി ഏറ്റവും വൃത്തിയായി ചെയ്യുന്നവനാണ് ജേതാവ്. ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തി ഏറ്റവും വൃത്തിയിൽ ചെയ്യുന്നവനാണോ അവനാണ് ജേതാവ്. എല്ലാ പണിയും നിങ്ങൾ എടുക്കണമെന്നില്ല, അങ്ങനെ നടക്കും. എല്ലാത്തിനും കഴിവ് ഒരു മനുഷ്യനുണ്ടാവില്ല, പരിമിതികളുണ്ട്. പക്ഷെ എനിക്ക് ചെയ്യാൻ കഴിയാത്തതും മറ്റു പലർക്കും ചെയ്യാൻ കഴിയും, അവർക്ക് ചെയ്യാൻ പറ്റാത്ത മറ്റു പലർക്കും ചെയ്യാൻ കഴിയും. അവരൊക്കെ നമ്മളെ അണ്ടറിലായാൽ സകലതും നമുക്ക് സാധ്യമാകും. അവർക്ക് ചെയ്യാവുന്ന പ്രവൃത്തി ഏറ്റവും വൃത്തിയിൽ ചെയ്യുന്നവൻ അവനാണ് ജേതാവ്. അപ്പോ അയാൾ പറയാം, സർ സോപ്പും പേസ്റ്റും ഹെയർ ഓയിലും ഫേസ് വാഷും ഫേസ് ക്രീമും ഒക്കെ നിങ്ങളെ കടയിൽ വീട്ടിൽ അല്ലേ തന്നെ വാങ്ങല്ലേ? ഇപ്പൊ ഞാൻ ആലോചിച്ചു, ഇത് അല്ലെങ്കിൽ വാങ്ങുന്നതാണല്ലോ, 2 കൊല്ലം എക്സ്പയറി ഡേറ്റ് ഒക്കെ ഉണ്ട്, വീട്ടിൽ വെച്ചാൽ 1 മാസം കൊണ്ട് തീരും. എനിക്കെന്ത് ടെൻഷൻ? പൈസ പോയി ടെൻഷൻ ഇല്ലല്ലോ. ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യും. തുടക്കം ഗംഭീരായിരിക്കണം എന്നാ പറയാ, ഒടുക്കം അതിഗംഭീരാക്കണം എന്നാ പറയാ. തുടങ്ങിയിടാൻ എല്ലാവർക്കും കഴിയും, നിർത്തിക്കളയാൻ എല്ലാവർക്കും കഴിയും, തുടർന്നു കൊണ്ടുപോകാൻ മനക്കരുത്തുള്ളവർക്കും തുടങ്ങാനല്ല ആംബിയൻസ് വേണ്ടത്, തുടർച്ചയ്ക്കാണ് മനോവീര്യം വേണ്ടത്. തുടർച്ചയുണ്ടാവണം. എന്തൊക്കെ തുടങ്ങിയുണ്ട്, ഞാൻ അത് തുടങ്ങിക്ക്, ഞാനിത് തുടങ്ങി, ഇപ്പൊ ഞാനൊന്നും ചെയ്യുന്നില്ല. തുടങ്ങാൻ എളുപ്പമാണ്, തുടർച്ചയ്ക്ക് മനക്കരുത്ത് വേണം. Is it correct?
അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞാൻ എല്ലാവരും ബാങ്കിൽ 11 സ്റ്റാഫിനോട് പറയാൻ തുടങ്ങി, എൻ്റെ വീട്ടിലുള്ളവരോട് പറയാൻ തുടങ്ങി, തൊട്ടടുത്ത ആൾക്കാരോടൊക്കെ പറയാൻ തുടങ്ങി. പ്രസാദ് സാറ് നിങ്ങളൊന്നും വേണ്ട, ഞാൻ തന്നെ റെഡിയാക്കുന്നതാണ്. ബാങ്കിൽ 11 ആൾ എന്നെ അനുഗ്രഹിച്ചു. നിങ്ങൾ 2 വാങ്ങിക്കോ, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, ഞങ്ങളില്ല. പിന്നെ അവർ പറയാൻ തുടങ്ങി, ഇവനോ പറ്റേ എന്നോട് പറയാണ്, നിന്നേക്കാൾ കേവന്മാർക്ക് പണ്ടേ ചെയ്താ ഇത് ആർക്കൊന്നും ഒന്നും കിട്ടിയിട്ടില്ല, നീ ഇപ്പാണോ അത് കുടുങ്ങിയത്. ചായ കുടിക്കുമ്പോൾ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് കഥ പറഞ്ഞിട്ട് ചായ തുളുമ്പി വീഴും. അത് നോക്കി പൊട്ടിച്ചിട്ടുണ്ടെന്നെ പൊട്ട ഇവരുടെ ബുദ്ധിയില്ല. അല്ലെങ്കിലും അങ്ങനെയാണ് സൊസൈറ്റിയുടെ സ്വഭാവമുണ്ട്. തൊഴിക്കുന്നവനെ തൊഴും, തൊഴുന്നവനെ തൊഴിക്കും. സൊസൈറ്റിയുടെ സ്വഭാവമാണ്. കരുത്തോടെ പറയുമ്പോൾ ഞാൻ വിചാരിച്ചു ഇവർ പറയുന്നതായിരിക്കും ശരി, ഒന്നും വേണ്ടായിരുന്നു. പക്ഷെ പ്രൊഡക്റ്റ് കൊടുക്കാൻ തുടങ്ങി. സോപ്പ് കൊടുത്തു. അപ്പോൾ എൻ്റെ സീനിയർ സ്റ്റാഫില്ല, പേര് പറഞ്ഞിട്ടില്ല, മുഖമൊക്കെ നന്നായി രണ്ടാക്കി കഥയല്ലേ, ഫേഷ്യൽ എഫക്റ്റുള്ള സോപ്പ് 2 ആഴ്ച തേച്ചാൽ കണ്ടാൽ പറയാം കറക്റ്റല്ലേ. അയാളോട് അടിക്ക് മുഖമൊക്കെ നല്ല തൊടുത്ത് സുഖമായിട്ടുണ്ടല്ലോ. അപ്പൊ അയാളുടെ മുഖം കറുത്തു. അല്ലെങ്കിൽ എൻ്റെ മുഖത്ത് എന്തായിരുന്നു കുഴപ്പം, ഞാൻ വെച്ചു വേണ്ടായിരുന്നു. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, മലയാളിയാണെങ്കിൽ റിസൾട്ട് അംഗീകരിക്കില്ല. അംഗീകാരം നോക്കി നടക്കുന്നത്. ഒരു സോപ്പോട് നോക്കട്ടെ നോക്കിന്നെ പറയും, എന്തിനാ നോക്കണം, റിസൾട്ട് ഇല്ലെങ്കിൽ വാങ്ങൂല, റിസൾട്ട് പറയൂല. പക്ഷെ 2ാമത് വാങ്ങും, ഒന്നുകൂടി തന്നേക്ക്. ഈ ഒരു സാഹചര്യമായിരുന്നു എൻ്റെ അനുഭവത്തിലുണ്ടായിരുന്നു. ഞാൻ കുറച്ച് പുറത്തെടുത്ത് കട്ടിൻ്റെ അടിയിലേക്ക് തട്ടിയിട്ടു. കാരണം ബാങ്കിലേക്ക് വരുമ്പോൾ ഇത് കണ്ടാൽ എനിക്ക് വിഷമമായി. കണ്ടിക്കില്ലേ കുഴപ്പമില്ലല്ലോ, സർക്കാർ അതെ പലരും ചെയ്യുന്നതാണ്. എല്ലാം ഒളിപ്പിച്ച് വെച്ചാൽ ഒരു പ്രശ്നമില്ല. മുന്നിൽ ഈ ലൈംഗികത കാണുമ്പോഴേ വിഷമമുള്ളൂ. അങ്ങനെ ഒരു ദിവസം അകലടിച്ച് വരുമ്പോൾ ഭാര്യ എതിർത്ത് പോകും, ഇതെന്താ ചുവപ്പയും മഞ്ഞയും കുറെ പുറത്തുണ്ടല്ലോ ഇവിടെ, ഇതെന്തോന്നാ സാർ നിങ്ങൾ കൊണ്ടുവന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വിൽക്കാൻ പോവാ. അവളോടൊന്നും പറഞ്ഞല്ലോ, ഇത് കൊണ്ട് വിൽക്കാനോ ഉണ്ടോ ബാങ്ക് പോയി, അതിന്റെ കൂടെ ഞാനും കൊടുക്കും. അങ്ങനെ പുറത്തെടുത്ത് ഞാൻ വിൽക്കാൻ പോയി. ആയിരക്കണക്കിന് പിള്ളേരെ പഠിച്ചുകൊണ്ട് അന്ന് ഈങ്ങാപ്പുറത്ത് പോയിട്ട് വിൽക്കാൻ പോവാ, റീറ്റെയിൽ പഠിക്കാൻ. വലിയ വീട്ടിലേക്ക് ഞാൻ കയറും. പക്ഷെ നടയിലെത്തും ഞാൻ മടങ്ങും. ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിലും ചെറിയ ചെറിയ വീട്ടിൽ പറ്റിയ ബെല്ലടിക്കും. ആരും വന്നില്ല, സമാധാനം. റോഡ് സൈഡിലൂടെ വരുമ്പോൾ മുടി വെച്ചുള്ള ഇയാൾക്ക് ഞാൻ ഹെയർ ഓയിൽ കൊടുക്കും. അടുത്തെത്തും, ഇയാളെന്തെങ്കിലും വിചാരിച്ചാലോ ഞാൻ കൊടുക്കും. എൻ്റെ കച്ചവടം ഇങ്ങനെയായിരുന്നു പൊടി പിടിച്ചത്. വൈകുന്നേരം ഞാൻ വിചാരിക്കും, ഞാൻ ഇത്ര വർക്ക് ചെയ്തു, എന്താ ചെയ്തത്, ഞാൻ ഒരാഴ്ചയായി നടക്കുന്നു, എന്തിന്. ആ കണ്ടുമുട്ടുന്ന 1 മിനിറ്റ് അത് സഹിക്കാനുള്ള മനോഭീതി എനിക്കുണ്ടായിരുന്നില്ല. ഇങ്ങനെയായിരുന്നു തുടക്കം. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കി, ഞാൻ വർക്ക് ചെയ്തത് വെറും ഡ്രസ് ഇട്ട് നടന്നാലൊന്നും വർക്കാവില്ല, യഥാർത്ഥ വർക്ക് നേരിട്ട് സംസാരിക്കുമ്പോഴാവും. അങ്ങനെ ഞാൻ തിരിച്ചു വരുമ്പോൾ നടുവണ്ണൂർ അപ്പുറം ലേഡീസ് ടൈലറിംഗ് ഷോപ്പ്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കലകല ഒച്ചയാണ്. 5-6 ലേഡീസ് എനിക്ക്. അപ്പം ഞാൻ പോയിട്ട് ഞാനൊരു ഭർത്താവാണ്. ആവശ്യം കിട്ടിയത് പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ വന്നാണ്. കേട്ടാൽ മാത്രം മതി. അതുവരെ ഞാൻ വീട്ടിൽ പോയിട്ട് സോപ്പ് വേണോ വേണ്ട, പേസ്റ്റ് വേണോ വേണ്ട, വേണോ വേണ്ട, വേണോ വേണ്ട, ഇതായിരുന്നു പരിചയപ്പെടാൻ. എല്ലാം പരിചയപ്പെടാൻ തുടങ്ങി. സോപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഫേഷ്യൽ എഫക്റ്റ് ഉണ്ട്, മുഖത്തെ ചെറിയ പാടൊക്കെ മാറും. ഹെയർ ഓയിൽ എന്ന് വെച്ചാൽ ഒലീവ് ഓയിലിൽ പ്രിപ്പയർ ചെയ്താണ്, ഡെൻസിറ്റി കട്ടി വളരെ കുറവാണ്, മുടിയുടെ 5 ലെയറിലേക്ക് ഇറങ്ങി ചെല്ലും, മുടി അറ്റം പിളരുക, മുടി കൊഴിച്ചിൽ, അകാതെ നര, മൈഗ്രൈൻ തലവേദന, ഇതൊക്കെ മാറിയിട്ട് ഞാൻ ഗ്യാരണ്ടിയാണ്. ശരിക്കും മുടി കൊഴിച്ചിൽ മാറുമോ? മുഖത്തെക്കാട് ശരിക്കും മാറും. ഞാൻ കുറെ അപ്പോൾ ഒരു ലേഡി അവരോട് എത്ര നേരം അയാൾ പറഞ്ഞു എന്തെങ്കിലും നമ്മൾ വാങ്ങുക, 6 ആൾ ഓരോ പ്രോഡക്റ്റ്. എൻ്റെ ദൈന്യത കണ്ടിട്ടാണോ ഒരു വാങ്ങി. ഞാൻ കാൽബർട്ട് എഴുതി വെച്ചു, PK സത്യം നമ്പർ വേണേ വിളിച്ചോ. വെളിയും കാത്തൊന്നും പൊട്ട്, വെളി വന്നില്ല. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് ഇന്ന് കയറുമ്പോൾ അപ്പ അത്ര വന്നിക്ക മാഷ് ചൊറിഞ്ഞോളൂ സോപ്പ് തേച്ചിട്ട്. അല്ലാണ്ട് നിങ്ങൾ സോപ്പ് എൻ്റെ കോളേജിൽ കുട്ടി തേച്ചിട്ട് നല്ല റിസൾട്ട്, 2 കൂടുതൽ വേണമായിരുന്നു. ആവൂ എൻ്റെ യഥാർത്ഥ തുടക്കം അവിടെ വെച്ചിട്ട് ഗംഭീരമായ തുടക്കം. അന്ന് മുതലാണ് തുടങ്ങി. ഒരു താലന്റ് ട്രിപ്പ് വന്നു. 1 മാസം കൊണ്ട് കേരളത്തിൽ ആദ്യത്തെ താലന്റ് ട്രിപ്പ് വിന്നറായി ബാങ്കിൽ നിന്ന് ലീവ് എടുത്ത് ചെയ്യാൻ തുടങ്ങി. 36,600 രൂപ താലന്റ് ട്രിപ്പ് വരുമാനം. പിന്നീട്
ഒറ്റ വർഷം 2016 ഓഗസ്റ്റ് 26 വെള്ളിയാഴ്ച ക്ലോസ് കോഴിക്കോട് ജില്ലയിൽ ആദ്യത്തെ 2,10,000 എനിക്ക് 2,10 കിട്ടി. അതേ ആഴ്ച എനിക്ക് 2,10 വാങ്ങിച്ച് ഉറപ്പിച്ചതിട്ട് ആദ്യത്തെ 2,10 വാങ്ങി എന്റെ പ്രസാസാറും ആദ്യത്തെ നമ്മളെ കൊണ്ടുവരുന്ന ആളെയും അതേ റിസൾട്ടിലേക്ക് കൊണ്ടുവരാൻ ഈ ബിസിനസ് കഴിയുമെന്നുള്ളതാണ് നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ. അതിന് കഴിയും. അത് ഉണ്ടാവേണ്ട കാര്യം എന്താണ്? കുറച്ച് എക്സൈറ്റ്മെന്റ് വേണം. ഇത് തേനീച്ച കുട്ടിയ മുഖം, ചത്താലും ചിരിക്കൂല. എന്തിനാണ് നമ്മൾ കരഞ്ഞാലും മരിക്കും, ചിരിച്ചാലും മരിക്കും. വെറുതെ കരഞ്ഞോണ്ട് കഴിഞ്ഞതിനും പറഞ്ഞ് എനിക്ക് എന്താ കാര്യം, എടുക്കേണ്ട സമയത്ത് എടുത്താൽ പോകും. അതുവരെ ചിരിച്ചും ചിരിപ്പിച്ചും പോകലല്ലേ നല്ലത്. എന്നാലും കാര്യം എന്തോ ഒരു സങ്കടം, എന്തിനാണാവൂ. ഇവിടെ പുക പോകുന്നില്ല എന്നേ ഉള്ളൂ. ഞാൻ ആദ്യം മനസ്സിലാക്കുന്നത് നല്ല കമ്പനിയോ നല്ല പ്രൊഡക്റ്റോ നല്ല റിസൾട്ടോ മാത്രമല്ല, നല്ലത് കൊടുക്കുമ്പോഴും നല്ല മനസ്സോടുകൂടി കൊടുക്കാൻ കഴിയുന്നത് വ്യക്തിത്വമാണ്. ചിരിക്കില്ല. മക്കളെ ഇന്നൊന്ന് ചിരിച്ചു നോക്കും. ഇന്നെങ്കിലും കുറച്ച് ഡോപ്പമൈൻ വരട്ടെ. ഹാപ്പി ഹോർമോണാണ്. ചിരിച്ചാൽ ഡോപ്പമൈൻ വരും. ഹാപ്പി ഹോർമോൺ. ഹാപ്പി ഹോർമോൺ തന്നെ കുറച്ച് ചിരിക്കണം. ചിരിക്കൂല, കുറച്ച് അഡ്രിനാലിൻ ഉത്പാദിപ്പിച്ച് ധൈര്യം ഉണ്ടാകും. നിങ്ങളെ കാണുന്ന മറ്റൊരു മുഖം നടക്കും, അയ്യോ ഇവിടെ എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതിയായിരുന്നു. അപ്പൊ ആദ്യം നമ്മൾ ചിരിക്കുന്ന അവസ്ഥയാണ്. പ്രൊഡക്റ്റിന്റെയും മറ്റു ഗുണങ്ങളൊക്കെ അവിടെ പറഞ്ഞല്ലോ. സൂപ്പർ ആണല്ലോ, റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ട്, 2,10 കിട്ടും, വിദേശത്ത് ഒരുപാട് പോകാം. ഞാൻ സിംഗപ്പൂർ, തായ്ലൻഡ്, മുക്കട്ട്, മലേഷ്യ, തായ്ലൻഡ് നിരവധി. കഴിഞ്ഞ ലാസ്റ്റ് വർഷം അവസാനം ഞാൻ എൻ്റെ ടീമിനെ കൊണ്ട് പോയിട്ടുണ്ട്. ഒരാഴ്ച അവിടെ അടിച്ചു പൊളിച്ചിരുന്നു. ഇവിടെയൊക്കെ വിസ്മയ പോകുമ്പോഴൊക്കെ ഇപ്പൊ തായ്ലൻഡിലേക്ക് പോകാൻ കഴിയുന്നത് ഈ ബിസിനസിന്റെ പ്രത്യേകതയാണത്. ഒരു പൾസർ ബൈക്കുമായിട്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് തുടങ്ങുമെന്നാണ്. പിന്നീട് ഒരു കാർ എടുത്തു, പിന്നീട് ഹോണ്ട സിറ്റി എടുത്തു. 4ാമത്തെ വർഷം ഞാൻ CTC ആയി. 70 ലക്ഷത്തിലേറെ വരുന്ന BMW GT സ്വന്തമാക്കി. അതും മേഖലയിൽ പഞ്ചായത്തിൽ ആദ്യത്തെ സ്ഥാനമായി. കളിയാക്കൽ എപ്പോഴായിരുന്നു? ബാങ്കിലെ 11 ആൾ എന്നെ കളിയാക്കിയിട്ടുണ്ട്. നീ പൊട്ടനാണ്, വിവരമുണ്ട്, ബുദ്ധിയില്ല. ഇപ്പൊ 11 ആൾ കൂടി വാങ്ങുന്ന ശമ്പളത്തേക്കാൾ കൂടുതൽ ഞാൻ വാങ്ങാറുണ്ട്. എന്ത് ചെയ്തു എന്നല്ല, എന്ത് നേടി. അതാണ് പറയാൻ പറ്റുന്നത്. ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത് ഒരു എക്സൈറ്റ്മെന്റ് കാണിക്കണം. എവിടെ ഞാൻ ഈ ബിസിനസിന് വേണ്ടിയല്ല പറയുന്നത്. വീട്ടിലും ഒരു ഗൃഹനാഥന് അയ്യോ എന്നൊക്കെ പറഞ്ഞു വീട് മുഴുവൻ ശോകമുഖമാകും. ആ ഉഗാണ്ട എന്നോ റഷ്യ എന്നോ വന്ന ആളല്ല നിങ്ങളെ വീടിനെ ശോകമുഖമാക്കുന്നത്, നമ്മളാണ്. അതുകൊണ്ട് ചെയ്യണം, ഒന്ന് ചിരിക്കണം. ഡോപ്പമൈൻ കൂടി വരുമ്പോൾ ചിരിക്കുമെന്ന് വെച്ചാൽ നിങ്ങൾ വെറുതെ ആക്കി ചിരിച്ചാലും തലച്ചോറിന് അറിയില്ല പൊട്ടം വെറുതെ ചിരിക്കാൻ. ഉള്ളത് പറയാണ്, തലച്ചോറിന് യഥാർത്ഥ ചിരി ഏത്, ആക്കി ചിരി ഏതെന്ന് തലച്ചോറിന് അറിയില്ല. ഈ പൊട്ടം വെറുതെ ചിരിക്കുന്ന ആണെന്ന് അറിയില്ല. അപ്പൊ ഡോപ്പമൈൻ ഉത്പാദനം കൂടും. ഡോപ്പമൈൻ കൂടി കഴിഞ്ഞാൽ പിന്നെ സെറോട്ടോണിൻ ഉത്പാദിപ്പിക്കും. സെറോട്ടോണിൻ തലച്ചോറിനും കുടലിടയിലാണ് പ്രവർത്തിക്കുന്നത്. ഈ കുടലിടയിൽ പ്രവർത്തിക്കുമ്പോൾ സെറോട്ടോണിൻ ഉത്പാദനം നല്ല ദഹനം കിട്ടും. നല്ല ദഹനവും നല്ല ഉറക്കവും കിട്ടിയാൽ അത് നല്ല ആരോഗ്യം ഉണ്ടാവും. രണ്ടിന്റെയും കുറവുണ്ട്. എപ്പോഴാ ഉറങ്ങിയെന്ന് എനിക്ക് അറിഞ്ഞോളാം. ഏതോ യാമങ്ങളെ എന്തിന് രാത്രി ഉറങ്ങാനുള്ള മാണ്ടാനുള്ള ഉറങ്ങാനുള്ള സാഹചര്യം ഉണ്ടാക്കണ്ടേ? ഈ കിടപ്പറയിലേക്ക് ഈ ചെറിയ പെട്ടി കൊണ്ടുവരുന്നു പുറത്തുനിന്ന്. ഞാൻ പറയും സെറോട്ടോണിൻ ഉത്പാദിപ്പിക്കുന്നത് കുടലിടയിലാണ്. തലച്ചോറ് ഉത്പാദിപ്പിക്കും, നല്ല ഉറക്കം കിട്ടും. അതിന് ഇടയ്ക്കിടയ്ക്കും ചിരിക്കണം. രാവിലെ തുടക്കം ഗംഭീരമാണ്. ഭാര്യയോട് നല്ല ചിരിച്ചോണ്ട് ഭർത്താവാണ് ഓളോട് ഞാൻ ചിരിച്ചു തുടങ്ങും. ഭർത്താവിനോട് ചിരിച്ചോണ്ട് തുടങ്ങണം. കത്തൽ തുടക്കം ഗംഭീരവും ഒടുക്കാതെ ഗംഭീരമാണ്. ചിരിച്ചോണ്ട് വാക്ക് കൊടുത്തിട്ട് 10,000 വെച്ചത് 1,200 കിട്ടും. 1 ലക്ഷം വെച്ചത് 12,000. 17 ലക്ഷം വെക്കുമ്പോൾ 2,10,000 കിട്ടും. കേൾക്കുന്ന പറയും 2,000 കിട്ടിക്കോട്ടെ, നിനക്കൊന്ന് ചിരിക്കാമോ? ഞാൻ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾക്കൊന്ന് ചിരിച്ചാൽ ഒരു അവസരത്തിൽ ചിരിച്ചേക്കോ. ഡോപ്പമൈൻ ഉത്പാദിപ്പിക്കും. ഓക്സിറ്റോസിൻ കൂടും, എൻഡോർഫിൻ കിട്ടും. പെയിൻ കില്ലറാണ് ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞാൽ. വേദന ഈ ഹോർമോണിന്റെ കില്ല് ഒന്നറിയും. ഇതോ ചെറിയ വേദനയുടെ മാസങ്ങളോടെ കഴിഞ്ഞോണ്ടിരിക്കും. കാരണം ഓക്സിറ്റോസിനും എൻഡോർഫിനും ഇല്ലാന്നേ. ചില ആൾക്കാരും ഞാൻ വലിയ KP ഹോർമോൺ ഇല്ലല്ലോ, ഒന്ന് ചിരിച്ച് കണ്ടാൽ എന്നിട്ട് മെച്ചാൽ മതിയല്ലേ. എന്തായാലും കുറച്ചാക്കി ഡോപ്പമൈൻ കൂടിയിട്ടുണ്ട്. നാളെ നല്ല ചെയ്ത് വരും, ഉറപ്പാണ്. ജീവനോടെ സംസാരിക്കാൻ കഴിയും, ലൈവ് ആയിരിക്കണം. അല്ലേ? ആർക്കോ വേണ്ടി, എന്തിനോ വേണ്ടി, 2,10 വേണ്ടി നീ ചെയ്യുന്നു.
ഇല്ല, ഞാൻ നാളെ വരാം. എന്തിനാ പോകുന്നത്? ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് പോകുന്നത്? റിസൾട്ട് ഉണ്ടാകണമെങ്കിൽ അവനേക്കാൾ വോട്ടേജ് നമുക്ക് വേണം, അല്ലേ? വോട്ടേജ് ഈ 0 വോട്ടേജ് കൊണ്ടാ പോവാ. അവന് മാപ്പ് ഉണ്ടാവും, അതിൽ നമ്മൾ കത്തിപ്പോ പോട്ടെ, അറിയണേ അതാണ്. അപ്പൊ ചീറ്റ് ഒന്ന് ചെയ്യണം. കറക്റ്റ്. അതിനെന്ത് ചെയ്യണം? ആറ്റിറ്റ്യൂഡ് മാറ്റണം. ചേഞ്ച് ആറ്റിറ്റ്യൂഡ്. നിങ്ങൾ വിചാരിക്കാതെ മറ്റൊരാൾക്ക് അത് മാറ്റാൻ പറ്റില്ല. കാരണം ഞാൻ എപ്പോഴും എന്താ എക്സൈറ്റ്മെന്റ് കൊടുക്കും. എവിടെ പോകുമ്പോഴും ചില ആൾ വന്നു പോകുന്ന സമയം വളരെ കുറവായിരിക്കും, പക്ഷെ തന്നു പോകുന്ന ഓർമ്മകൾ വളരെ വലുതായിരിക്കും. അതുകൊണ്ട് നമ്മളെ കയ്യിൽ ഒന്നുമില്ല, അയാളൊരു സംസാരം കേട്ടാൽ മതിയായിരുന്നു ഓ എന്ന് തോന്നണം. അയ്യോ, അയാൾക്ക് ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ടു, കരുണോലായിരുന്നു എന്നും പറയും. നിങ്ങൾ എങ്ങനെയാകാനാണ് ആഗ്രഹിക്കുന്നത്? ഒരു പുതിയ ഉന്മേഷം വേണ്ടേ? ഒറ്റ ജന്മമേ ഹരവത്തുള്ളൂ, ഒരു ജന്മം. അത് കരഞ്ഞും മറ്റുള്ളവരുടെ മുന്നിൽ കാലിട്ടടയും പോകാനല്ല, മറ്റുള്ളവർ വിജയിച്ചവനാണെന്ന് കാണിച്ചു കൊടുക്കാനുള്ള അവസ്ഥയാണ്. എന്ത് ചെയ്യാൻ നമ്മൾ മാറ്റേണ്ടത്? ഒരുപാട് താഴ് വേണം, താങ്ങ് വേണം എന്നുള്ള ചിന്ത വരണം. ചിലതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിക്കണം. ഒരച്ഛനും മകനും +2 പഠിക്കുന്ന ഒരു മകനെയും കൂടി അച്ഛൻ ഇങ്ങനെ പോകും. അപ്പോഴാണ് ചെടികൾ വിൽക്കുന്നത്, ഒരേ മരത്തിന്റെ ചെടികൾ വിൽക്കുന്ന ഒരു സ്ഥലം. അച്ഛനും മകനും ഒരേ മരത്തിന്റെ 2 ചെടി വാങ്ങിയാണ്, വലിയ മരമാകുന്ന ചെടിയാണ്. അച്ഛൻ പറഞ്ഞു, ഞാൻ ഒന്ന് നടാം, മോൻ വേറെ ഒന്ന് നടാം. ഞാൻ പരിപാലിക്കാം, മോനും പരിപാലിച്ചു. ഏതാ വൃത്തിയിൽ വളരാൻ നോക്കാം, ഒരേ ചെടിയാണ്. അപ്പൊ അച്ഛൻ നട്ടു. അച്ഛൻ ആഴ്ചക്ക് ഒരു ദിവസം വെള്ളം നനയ്ക്കും, ഇടയ്ക്ക് ഒരു കൊല്ലത്തിൽ വളമോട് ഇങ്ങനെ പോകും. ദിവസം മകൻ 2 നേരം നനയ്ക്കും. പുഴുവിനൊക്കെ തട്ടിക്കളയും, കറുത്തലേന്റെ തട്ടിക്കളയും, ചിന്തി വളോട്. അതിന് വേര് കൊള്ളാതിരിക്കാൻ അവൻ മറവെച്ചു, കാറ്റടിക്കുന്ന പൊട്ടാതിരിക്കാൻ കയറുകൊണ്ട് കിട്ടി. നല്ല പരിചരണം, അതും വളർന്നു. അച്ഛൻ്റെ ചെടിയും വളർന്നു. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ നല്ലൊരു കാറ്റും മഴയും വന്നു. മകന്റെ ചെടി വേരോടെ പിഴുത്ത് താഴെ വീണു. അച്ഛൻ്റെ ചെടി ഇങ്ങനെ വളഞ്ഞെങ്കിൽ കരുത്തോളം. എന്താ അച്ഛാ, ഞാൻ എത്രത്തോളം പരിചരിച്ചിട്ടുണ്ട്? നിങ്ങളാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം എൻ്റെ അടുത്ത് പോയില്ല, മാസത്തിൽ ഒരു ദിവസമേ വെള്ളം ഒഴിക്കാറുള്ളൂ. ഞാൻ ദിവസം 2 നേരം വെള്ളം കൊടുക്കുന്നില്ലേ? മോനെ, പരിചരണമാക്കണം. പക്ഷേ സ്വന്തം ചെയ്യേണ്ട കഴിവ് ഹനിച്ചിട്ടാകരുത്. അതിനെ താഴോട്ട് വേറിറക്കാൻ നീ സമ്മതിച്ചില്ല. അതിൻ്റെ തടത്തിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്തിനാണ് താഴോട്ട് വേറിറക്കേണ്ടത്? താഴോട്ട് വേറിറങ്ങി വെള്ളം വലിച്ചെടുക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ ആ മരം വീടില്ലായിരുന്നു. നീ തണൽ കൊടുത്തു, അതിന് സൂര്യപ്രകാശം കിട്ടിയില്ല, പ്രകാശ സംശ്ലേഷണം കൃത്യമായി നടന്നില്ല, അതിന് ആർജിച്ചെടുക്കേണ്ട കഴിവുണ്ടായില്ല. ഞാനോ മാസത്തിലൊരിക്കലേ നനയ്ക്കൂ, വേറിറങ്ങാൻ തുടങ്ങി. വേര് നിർബാധം കൊണ്ടു, വെയിലും മഴയും കൊണ്ട് ആരുടെയും തണലില്ലാതെ വളർന്നതുകൊണ്ട് എന്റെ ചെടിക്ക് കരുത്തുണ്ടായി. തണലിൽ വളരുന്നത് തളർക്കുമെങ്കിലും തന്റെ ഇടം ഉണ്ടാവില്ല. കൂട്ടിൽ വളർത്തുന്നതിന് മോടി ഉണ്ടെങ്കിലും പ്രാപ്തി ഉണ്ടാവില്ല. അതുകൊണ്ട് എവിടെ ജനിക്കുന്നു എന്നതല്ല പ്രധാനം, എവിടെ വളരുന്നു എന്നത് തന്നെയാണ്. ആരിലൂടെ ജനിക്കുന്നു എന്നത് നമ്മുടെ തീരുമാനമല്ല. ആരിലൂടെ ജനിക്കുന്നു എന്നത് നമ്മുടെ തീരുമാനമല്ല. ആരുടെ കൂടെ ജീവിക്കുന്നു എന്നത് നമ്മുടെ മാത്രം തീരുമാനമാണ്. എവിടെ പ്രവർത്തിക്കുന്നു എന്നതും നമ്മുടെ തീരുമാനമാണ്. ഏത് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നു എന്നതും നമ്മുടെ മാത്രം തീരുമാനമാണ്. ആ തീരുമാനത്തിലാണ് നിങ്ങളുടെ ജീവിതത്തിന് വിലയിടേണ്ടത്. കറക്റ്റ്. ജന്മം മെച്ചപ്പെട്ടതായിട്ടും ജീവിതം പാഴാക്കുന്നവരുണ്ട്. നല്ല ജന്മം ഉണ്ടായിട്ടും ജീവിതം പാഴാക്കുന്നവരുണ്ട്. ജന്മം അശുഭകരമായിട്ടും ജീവിതം അത്ഭുതകരമാക്കുന്നവരുണ്ട്. ജീവിക്കുന്നിടമല്ല, വളരുന്നിടമാണ് പ്രധാനം. നിങ്ങൾക്ക് ഇന്ന് മുഴുകി പ്രവർത്തിക്കാൻ ഇത്ര മൂല്യമുള്ള അവസരം ഈ നൂറ്റാണ്ടിൽ വേറെ ഇല്ല. APJ അബ്ദുൽ കലാമിന്റെ ഭാഷയിൽ ഓൺലി മൈ ലെഫ്റ്റ് മറ്റൊരു മാർഗം. അതുകൊണ്ടാണ് ഈ പ്ലാറ്റ്ഫോം ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ആരുടെ കൂടെ ജീവിക്കുന്നു, എവിടെ പ്രവർത്തിക്കുന്നു എന്നതാണ് ജന്മസ്ഥലത്തേക്കാൾ പ്രധാനം. ചിലരുള്ളവരുടെ കൂടെയാണ്